ഒ രാജഗോപാലിന്റെ തരൂർ അനുകൂല പ്രസ്താവന കോൺഗ്രസ് ബി.ജെ.പി അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ തെളിവെന്ന് എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജൻ. തിരുവനന്തപുരത്ത് ശശി തരൂരിനെ വിജയിപ്പിക്കാനുള്ള പ്രഖ്യാപനമാണ് ബി.ജെ.പി നടത്തിയതെന്നും ഇ.പി. ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. ശശി തരൂരിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒ രാജഗോപാലിന്റെ പ്രസംഗം സാന്ദർഭികമല്ലെന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞു. കോൺഗ്രസും ബി.ജെ.പിയും തമ്മിൽ കേരളത്തിൽ രൂപപ്പെട്ട ഐക്യത്തിന്റെ തെളിവാണത്. അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങളിലെല്ലാം ഈ കോൺഗ്രസ് ബി.ജെ.പി ആത്മബന്ധം കാണാൻ കഴിയും. ഒ രാജഗോപാലിന്റെ പ്രസ്താവന ശശി തരൂരിനെ തിരുവനന്തപുരത്ത് വിജയിപ്പിക്കണമെന്നുള്ള പ്രഖ്യാപനമാണെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. ശശി തരൂരിനെ വിജയിപ്പിക്കാൻ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രഖ്യാപനം നടത്തുകയാണ് ശ്രീ ഒ രാജഗോപാൽ ചെയ്തത്. ഇത് കേരളത്തിൽ രൂപപ്പെട്ടു വരുന്ന ബി.ജെ.പി കോൺഗ്രസ് ഐക്യത്തിൻ്റെ ആരംഭമാണ്. അതിൻ്റെ ആദ്യത്തെ ശബ്ദമാണത്. ഈ നിലപാടാണ് കേരളത്തിൽ ബി.ജെ.പിയും കോൺഗ്രസും സ്വീകരിക്കുന്നത്. തൃശൂരിൽ പ്രധാനമന്ത്രി നടത്തിയ കേരള വിരുദ്ധ പ്രസംഗത്തിന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ കൈയടിക്കുകയാണ് ചെയ്തത്. തൃശൂരിൽ വിജയിക്കുമെന്ന് പറയുന്ന ബി.ജെ.പി കോൺഗ്രസിന്റെ വോട്ട് കൂടി പ്രതീക്ഷിക്കുന്നു. എന്തു കൂട്ടുകെട്ടുണ്ടാക്കിയാലും തൃശൂരിൽ ബി.ജെ.പിക്ക് വിജയിക്കാനാകില്ലെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. തൃശൂരിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം അത് കേരളത്തിലെ കോൺഗ്രസിന് വളരെ സന്തോഷം വിതച്ചു. അത് കേൾക്കേണ്ട താമസം ആ പ്രസംഗം ഏറ്റെടുത്ത് നരേന്ദ്രമോദിയെക്കാളും ആവേശത്തോടുകൂടി കേരളത്തിലാകെ പ്രസംഗിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. കോൺഗ്രസ് ബി.ജെ.പി അവിശുദ്ധ സഖ്യത്തിനെതിരെ കോൺഗ്രസിനകത്തുള്ള മതേതര വിശ്വാസികൾ തന്നെ രംഗത്തെത്തണം. മതേതര കേരളം ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്നും ഇ.പി. ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. കൈരളി ന്യൂസ്, കണ്ണൂർ.